മഴത്തോരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. കേസിനും കൂട്ടങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ബാലേന്ദ്രനുമായിട്ട് വീണ്ടും ഒരു ചർച്ചയ്ക്ക് തീരുമാനം എടുക്കുകയാണ്. വൈജയുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ട് സംസാരിച്ചിട്ട് കേസിന് പോകാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ശിവേട്ടനും എല്ലാവരും എത്തുന്നത്. എന്നാൽ കേസിന് ഡയറക്റ്റ് പോവാതെ അതിനു മുമ്പ് ബാലേന്ദ്രന് ഒരു അവസരം കൂടി കൊടുക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഒരു ചർച്ചയ്ക്ക് തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. കൈരിക്കൽ വീട്ടിലേക്ക് എന്തായാലും ബാലേന്ദ്രൻ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മറ്റെവിടെയെങ്കിലും ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഒരുക്കുന്നതായിരിക്കും നല്ലത് എന്ന് രാമുണിമാമന്റെ മകനും പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെ കുറിച്ച് ആദ്യം വൈജയുടെ അടുത്തൊന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കാം എന്നുള്ള കാര്യമാണ് ശിവേട്ടൻ തീരുമാനിക്കുന്നത്. അങ്ങനെ വൈജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വൈജയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തായാലും കേസിന് പോവാ എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനൊന്നും നമുക്ക് മുമ്പിലില്ല. അതിനു മുമ്പായിട്ട് ബാലേന്ദ്രനുമായിട്ട് ഒരു കൂടിക്കാഴ്ചയും കൂടി നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലാണ് വൈജ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ച ഉടനെ തന്നെ വൈജയ്ക്ക് ഒരേ ഒരു കാര്യം മാത്രം നടന്നാൽ മതി. എങ്ങനെയും അലീനയെ അവിടുന്ന് പുറത്താക്കി തന്നാൽ മതി. മാർഗം എന്തായാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് വൈജ സംസാരിക്കുന്നത്. ശരി വൈജ, ഞാൻ എന്തായാലും ബാലേന്ദ്രനുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല അയാൾ വരും എന്നുള്ള കാര്യം. നോക്കാം വൈജയ്, നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശിവേട്ടൻ ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. എന്താ ശിവേട്ട, ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, പിന്നെ ഇപ്പൊ എന്തിനാ വിളിക്കുന്നതെന്നാണ് കേട്ടോ ബാലേന്ദ്രൻ ഫോൺ എടുത്ത ഉടനെ തന്നെ ചോദിക്കുന്നത്. അവിടെ വെച്ചിട്ട് ബാലേന്ദ്രന് പറയാനുള്ള കാര്യങ്ങളും കേട്ടു, ഞങ്ങളുടെ പക്ഷത്തുള്ള കാര്യങ്ങളും ഞങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ടും ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു തീരുമാനമായില്ലല്ലോ. നീ എന്റെ പെങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ ആരെ ചീറ്റ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ഈ പറയുന്നത്? എന്റെ പെങ്ങളെ എന്ന് ശിവേട്ടൻ പറയുമ്പോ ആരെയാണ് ചീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നന്നായിട്ട് ആലോചിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ മറുപടി കൊടുക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബാലേന്ദ്ര ഒന്ന് നമ്മൾ തമ്മിൽ കാണണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഞങ്ങള് അലീനയെ അവിടുന്ന് വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. അതെന്തായാലും നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ച നടക്കുന്ന കാര്യമല്ല എന്ന് ബാലേന്ദ്രൻ വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, കേസിനും കൂട്ടത്തിനും പോവാമെന്ന്. എന്നാൽ നിങ്ങൾ ആ മാർഗം സ്വീകരിച്ചോളൂ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അതിനു മുമ്പായിട്ട് ബാലേന്ദ്രനുമായിട്ട് ചില കാര്യങ്ങൾ ഒന്നുകൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരാൻ വേണ്ടി പറഞ്ഞത്. ശരി, ഞാൻ വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ വന്നോളാം. പക്ഷേ കൈതക്കൽ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്നുള്ള കാര്യം ബാലേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. വേണ്ട, വേറെ ഏതൊരു റിസോർട്ടിൻ്റെയോ റെസ്റ്റോറൻറ്റിൻ്റെ എന്തോ പേരാണ് പറയുന്നത്, അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. ശരി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു തവണയും കൂടി ഒരു സംഭാഷണത്തിൽ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോൺ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവേട്ടനാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അരികിലേക്കാണ് ചെല്ലുന്നത്. അമ്മയ്ക്ക് അരികിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ബാലേന്ദ്രൻ എന്തൊക്കെയാ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അമ്മയും ചോദിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അയാൾ ഒറ്റക്കാലിൽ നിൽക്കുവാണ്. അലീനയെ പുറത്താക്കില്ല, ഇനിയിപ്പോൾ കേസിനല്ല കൂട്ടത്തിനല്ല എന്തിനു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അയാൾക്കൊരു പ്രശ്നമില്ല. വേണമെന്നുണ്ടെങ്കിൽ വൈദ്യരുടെ അടുത്തത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ എന്നുള്ള മട്ടിലാണ് അവൻ സംസാരിക്കുന്നത്. വെറും ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും തോന്നിയാസങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അവന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കുന്നൊക്കെ ശിവൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. ശിവ, നീ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട. അലീന ഒരു പാവമാണ്. വൈജിക്ക് എന്തുകൊണ്ടാണ് അവളെ ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. വൈജിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് ബാലേന്ദ്രനെ ഇല്ലാതാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടിട്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാൻ. വെട്ടും കുത്തും കാര്യങ്ങളൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ എന്തുകൊണ്ടാണ് അവളെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നത്? കേസിന് വേണമെങ്കിൽ കേസിന് പൊക്കാളാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത്. കാരണം കേസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവന്റെ കയ്യിൽ എന്തോ ഒരു കച്ചിത്തൂമ്പ് ഉണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ശക്തമായിട്ട് അവൻ എല്ലാവരെയും എതിർത്തുകൊണ്ട് അവളെ എന്തുകൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഭവമുണ്ട്, അവരുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ശിവൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. ഒരു വിധത്തിലും ബാലേന്ദ്രൻ ഇവരുടെ പക്ഷത്തേക്ക് വരില്ല എന്നും അലീനയെ ഒരിക്കലും അവിടുന്ന് പുറത്താക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെ ഉള്ളതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു കാരണത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്ന അറിയില്ലല്ലോ. ബാലേന്ദ്രൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അലീനയെ സഹിക്കാൻ വേണ്ടി പറ്റാത്തവരുടെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടി. ഇനിയിപ്പോ വൈജി എങ്ങാനും അവിടുന്ന് ഇറങ്ങിപ്പോയോ എന്നുള്ള ഭയത്തിലൊക്കെയാണ് കേട്ടോ മുത്തശ്ശി ഉള്ളത്. ഈ പ്രശ്നം എവിടെ ചെന്ന് നിൽക്കും എന്നറിയാത്ത ഭയങ്കരമായിട്ടുള്ള ടെൻഷനിൽ തന്നെയാണ് മുത്തശ്ശി ഇരിക്കുന്നത്. തുടർന്ന് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്.
അലീന മുറിയിലേക്ക് വരുന്ന സമയത്ത് അവർ വിളിച്ച കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വീണ്ടും ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് അവര് ഇന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞത് കേൾക്കുമ്പോൾ അലീനയ്ക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇവിടുന്ന് ഒന്നും നടന്നില്ലല്ലോ, ഇനി അച്ഛനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും അപായപ്പെടുത്താനോ മറ്റോ ആയിരിക്കോ അവര് വിളിച്ചുകൊണ്ട് പോകുന്നത്. അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ കയറിയിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാണ് അകത്താവാൻ വേണ്ടി പോകുന്നതെന്ന്. അതുകൊണ്ട് ഇനി പുറത്തെവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിട്ട് അച്ഛനെ അപായപ്പെടുത്താനോ മറ്റാണോ എന്നുള്ള ഒരു വിഷമത്തിൽ ആ വിഷമം അച്ഛൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് തോക്കൊക്കെ കയ്യിലെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ഇന്നാറുകൾ എന്തൊക്കെയാ കാണിക്കുക എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ. എന്ത് കാണിച്ചു കഴിഞ്ഞാലും രണ്ടുപേർക്കും തിരിച്ച് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നറിയാം. പക്ഷെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് കയ്യിൽ തോക്കൊക്കെ ആയിട്ടാണ് പോകുന്നത്. പോകുന്നതിന് മുമ്പായിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോയെന്നിരിക്കും, പറയാൻ വേണ്ടി പാടില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, മുതിർന്നവർ മാത്രം കേൾക്കേണ്ട ചില വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അച്ഛൻ ഇനി തിരിച്ചു വരുന്നത് വരെ അലീനയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ള മട്ടിൽ അലീന ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. തുടർന്ന് ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞതുപോലെ തന്നെ ആ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ ഈ പാർട്ടി പ്രവർത്തകനും ശിവനും രാജീവനും ബാലുണ്ണിമാമന്റെ മക്കളും എല്ലാവരും ഉണ്ട്. ബാലുണ്ണിമാമനും ഉണ്ട്. ബാലേന്ദ്രന്റെ പക്ഷത്താണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ മാത്രമാണല്ലോ ഉള്ളത്. പക്ഷെ ബാലേന്ദ്രൻ അങ്ങനെ ഭയമൊന്നുമില്ല. ആദ്യം സംസാരമൊക്കെ വളരെ രമ്യതയോടു കൂടി തന്നെയാണ് കേട്ടോ ആരംഭിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണണം എന്നുള്ള മട്ടിലൊക്കെയാണ് അവർ സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷെ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അലീനയെ ഒരു കാരണവശാലും പറഞ്ഞു വിടില്ല എന്നുള്ള മട്ടിലാണ് അവരെടുത്ത് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും രാജീവനാണെങ്കിൽ അങ്ങ് റേസ് ആവുകയാണ്. രാജീവൻ കൈ ഓങ്ങുന്നൊക്കെ ഉണ്ട് നമ്മുടെ ബാലേന്ദ്രന് നേരെ. പക്ഷെ ബാലേന്ദ്രനാണെങ്കിൽ തോക്കുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ബാലേന്ദ്രൻ രാജീവന് നേരെ അത് എടുക്കുകയും അതുപോലെ തന്നെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് നിനക്ക് മാത്രമേ ഉള്ളൂ, ചാവാനെങ്കിൽ ചാവാൻ, ജീവിക്കാനെങ്കിൽ ജീവിക്കാൻ, അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് താൻ അങ്ങോട്ട് വന്നത് എന്നുള്ള മട്ടിലൊക്കെ ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നത് എന്തായാലും ബാലേന്ദ്രൻ രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നിട്ട് തീർത്തിട്ട് ജയിലിൽ പോകാനും ബാലേന്ദ്രൻ ഒരു മടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവർക്ക് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ബാലയ്ക്ക് പോലും അടുക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഇനി കേസിന് പോകാൻ തന്നെ തീരുമാനിച്ചത്. അതിനു മുമ്പ് കേസും കൂട്ടവും വക്കാളും ഒക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ബാലേന്ദ്രനെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വിളിച്ചത്. പക്ഷെ ബാലേന്ദ്രന് അതിന് താല്പര്യമില്ല എന്ന് പറയുകയാണേ. ഇത് കേട്ട ഉടനെ ബാലേന്ദ്രൻ പറയുന്നത് കേസും കൂട്ടവും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് കൈതിക്കൽ വീട്ടിലുള്ള നിങ്ങൾ ഈ ആണ എന്ന് പറഞ്ഞിട്ട് മീശ വെച്ച് വെക്കുന്ന എല്ലാത്തിൻ്റെ തലയാണ് താഴാൻ വേണ്ടി പോകുന്നതെന്ന് പറയണേ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ശിവേട്ടനും അതുപോലെ തന്നെ രാജീവനും പല കാര്യങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ട്. 22 വർഷം മുമ്പ് എന്ത് തേങ്ങ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നീ ഈ പറയുന്നതെന്നൊക്കെ രാജീവൻ ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഭാവിക്കാൻ വേണ്ടി നോക്കണ്ട രാജീവ. നിങ്ങളുടെ പെങ്ങള് പണ്ട് കാണിച്ച തോന്നിവാസത്തിന്റെ ഫലമാണ് അവൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ നിങ്ങൾ കള്ളം മറച്ചു വെക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ദിവസം മറ നീക്കി വരിക തന്നെ ചെയ്യുന്നൊക്കെ പറയാണേ. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാറാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പെങ്ങളും ആയിരിക്കും. കേസിനും കൂട്ടത്തിനൊക്കെ പോയിട്ട് അവസാനം നാട്ടുകാരുടെയും ആൾക്കാരുടെയും എല്ലാവരുടെ മുമ്പിൽ നിങ്ങളുടെ പെങ്ങൾക്ക് ഒരു രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയാണേ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശിവനും അതുപോലെ തന്നെ രാജീവനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു വ്യക്തത വരുന്നില്ല കേട്ടോ. നീ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, എന്താണെന്ന കാര്യം വ്യക്തമാക്കി പറയാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷെ ദൈവം എന്നൊരാൾ മുകളിലുള്ളത് കൊണ്ട് തന്നെ ആ സത്യം എന്റെ മുമ്പിലേക്ക് കാണിച്ചു തരിക തന്നെയാണ് ചെയ്തത്. നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ലേ, ആ പെൺകുഞ്ഞ് തന്നെയാണ് അലീന എന്നുള്ള സത്യം അവരുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിലും വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അത് കേട്ട് ശിവനും അതുപോലെ രാജീവനും എല്ലാവരും എന്താ ചെയ്യേണ്ടെന്നറിയാത്ത അവസ്ഥയിൽ തലകുനിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവൻ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങളുടെ പെങ്ങള് ഇപ്പൊ തുള്ളുന്നത് പോലെ തുള്ളിയിട്ട് കേസും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് നാണം കെട്ട് നിൽക്കുന്നത് കാണണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം വെച്ചാൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോയിക്കോളൂ. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ എന്തായാലും അലീനയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി പോകുന്നുമില്ല. അവളെ എൻ്റെ സ്വന്തം മകളെ പോലെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വളർത്തും എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ.
ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എത്രയും വേഗം തന്നെ ഈ കാര്യത്തിലൊന്നും ഇടപെടാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുക എന്നുള്ളൊരു തീരുമാനമാണ് രണ്ടുപേരും എടുക്കുന്നത്. അങ്ങനെ വൈജയന്തിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ചർച്ച നടത്തിയല്ലോ, അതെന്തായി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ പെങ്ങൾക്ക് അവിഹിതത്തിലൂടെ ഉണ്ടായ പെണ്ണാണ് അലീന എന്നുള്ള കാര്യം അവളുടെ അടുത്ത് പറയുന്ന ആ നിമിഷം എന്തായാലും വൈജയന്തി ചെന്നിട്ട് സൂയിസൈഡ് ചെയ്യും, അത് ഉറപ്പാണ്. ആ കാര്യമൊന്നും പറയാൻ വേണ്ടി പറ്റത്തുമില്ല. പക്ഷേ ഇവർക്ക് എമർജൻസി ആയിട്ട് തിരിച്ചു പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് വൈജയുടെ അടുത്ത് പറയുന്നത്. ഇതെന്താ എൻ്റെ പ്രശ്നം തീർത്തിട്ടല്ലേ നിങ്ങൾ പോകുന്നുള്ള കാര്യം പറഞ്ഞത്, പിന്നെ ഇപ്പം എന്താ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പോകുന്നത്? അത് വൈജയ് അർജൻറ്റായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി അവിടെ, അതുകൊണ്ട് പോയേ പറ്റുള്ളൂ, ഞങ്ങൾ എന്തായാലും ഉടനെ തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് ആങ്ങളമാർ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവാണ് കേട്ടോ ചെയ്യുന്നത്. അതുമാത്രമല്ല വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നീ മുന്നോട്ട് പോകുന്നതാണ് വൈജയ്, നിന്റെ ഭാവി ജീവിതത്തിന് നല്ലതെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാണ് അനുസരിക്കുന്നത്? എനിക്ക് ഇവിടെ എന്തായാലും ഇനി നിൽക്കാൻ വേണ്ടി പറ്റില്ല, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അലീന, ഇതിൽ ഏതെങ്കിലും ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുമെന്ന് മട്ടിലൊക്കെ സംസാരിക്കുന്നുണ്ട്. വൈജയ് എന്തായാലും എടുത്ത് ചാടിയിട്ട് ഒരു തീരുമാനം ഇപ്പം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം എന്താ ശിവേട്ടനും രാജീവേട്ടനും ഇങ്ങനെ പറയുന്നത്? അയാളുടെ അടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നോ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്? എന്തിന് ഇന്ന് രാവിലെയും കൂടി വിളിച്ചിട്ട് നിങ്ങൾ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാം ശരിയാക്കിയിട്ടേ നിങ്ങൾ തിരികെ പോവുള്ളൂ എന്ന്? ഇപ്പോൾ ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് രണ്ടുപേരും തിരികെ പോകുന്നു എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വൈജ് കിടന്ന് തുള്ളലാണ്. പക്ഷേ ഇതിനൊന്നും തിരിച്ച് ഒരു മറുപടിയും പറയാൻ പറ്റില്ല. ബാലേന്ദ്രൻ പറഞ്ഞ കാര്യവും വൈജയുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവസ്ഥയിൽ ആകെ മൊത്തത്തിൽ കുരുങ്ങി നിൽക്കുകയാണ് ശിവനും അതുപോലെ തന്നെ രാജീവനും.